ഇവിടെ ഒരു വൃത്തം നോക്കാം. വൃത്തത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്ന O ആണ്. കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള ദൂരം ആരം 6 ആരം. അതിൻ്റെ ഇരട്ടി വരും. വ്യാസം എന്ന് പറയുന്നത് ഇത്രയും കൂടെ വരും, ഇത്രയും കൂടെ വരും. വ്യാസം എന്ന് പറയുന്നത് 2R ആണ്. D. രണ്ട് വ്യത്യസ്ത ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ കിട്ടുന്ന രേഖാഗണത്തിനെ കോഡ് അഥവാ ഞാണെന്ന് പറയുന്നു. ഇംഗ്ലീഷ് കോഡെന്ന് പറയുന്നു. ഇനി R ആരമായ വൃത്തത്തിൻ്റെ വിസ്തീർണം πr² ചതുരശ്ര യൂണിറ്റ്. πr² ചതുരശ്ര യൂണിറ്റ്. അതിൻ്റെ വൃത്തത്തിൻ്റെ പരിധി അതാ ചുറ്റളവ് എന്ന് പറയുന്നത് വൃത്തപരിധി എന്ന് പറയുന്നത് 2πr യൂണിറ്റ്. ആറിൻ്റെ വില നമ്മൾ കാണാൻ പഠിക്കണം. 3.14 22/7. ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ ഏതാന്ന് നമുക്ക് കണക്കിൽ ക്യാൻസൽ ചെയ്യാതൊക്കെ പോകാൻ സൗകര്യം അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. രണ്ട് വ്യത്യസ്ത ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന എയും ബിയും രണ്ട് വ്യത്യസ്ത ബിന്ദുക്കളാണ് വൃത്തത്തിൽ. അതിനെ രണ്ടും കൂടെ യോജിപ്പിക്കുമ്പോൾ AB കിട്ടും. അതിനെ കോഡ് അഥവാ ഞാണെന്ന് പറയുന്നു. വിസ്തീർണം കാണാനുള്ള ഫോർമുല A = πr² ചതുരശ്ര യൂണിറ്റ്. R എന്ന് പറയുന്നത് ആരം. അതിൻ്റെ ഇരട്ടി വരും വ്യാസം. കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള ദൂരമാണ് ആരം. അതിൻ്റെ ഇരട്ടി ഇത്രയും വരും വ്യാസം. D ഡയമീറ്റർ. വ്യാസം, റേഡിയസ്, ആരം. ഞാണെന്ന് പറയുന്ന കോഡ്.